നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ദീപ്തി പ്രസേനൻ. ആധുനികമായ ജലസേചന പദ്ധതികളൊന്നും കടന്നു ചെല്ലാത്ത ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമവാസികൾ എല്ലാവരും അവരുടെ ദൈനംദിന ആവശ്യത്തിനുള്ള ജലം ശേഖരിക്കുന്നത് ആ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു ചെറിയ അരുവിയിൽ നിന്നാണ്. ഗ്രാമപ്രമുഖൻ്റെ വീട്ടിലേക്കും ഈ അരുവിയിൽ നിന്ന് തന്നെയാണ് ജലം ശേഖരിക്കുന്നത്. അതിനായി അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ഭൃത്യൻ എല്ലാ ദിവസവും 2 കലങ്ങളുമായി ആ അരുവിയിലെത്തും. ഈ 2 കലങ്ങളും ഒരു മുളങ്കമ്പിൻ്റെ 2 അറ്റങ്ങളിലായി കെട്ടിത്തൂക്കിയിട്ട് ആ മുളങ്കൊമ്പ് സ്വന്തം തോളോട് ചേർത്ത് വെച്ചാണ് ഇദ്ദേഹത്തിൻ്റെ യാത്ര. ആ 2 കലങ്ങളിൽ ഒരെണ്ണം ഒരു പൊട്ടക്കലമാണ്. അതിൻ്റെ ഒരു വശത്തായി ഒരു ചെറിയ ദ്വാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അരുവിയിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളം യജമാനൻ്റെ വീട്ടിലെത്തുമ്പോഴേക്കും ആ പൊട്ടക്കലത്തിൽ നിന്ന് ഏകദേശം പകുതിയോളം നഷ്ടമായിട്ടുണ്ടാകും. മറ്റേ കലത്തിൽ നിന്ന് പൂർണ്ണമായി വെള്ളം ശേഖരിക്കുവാനും ഈ ഭൃത്യന് എന്നും കഴിയുന്നുണ്ട്. ഇതിങ്ങനെ 1-2 വർഷം തുടർന്നുകൊണ്ടേയിരുന്നു. പൊട്ടക്കലത്തിന് ഇത് കണ്ടിട്ട് വല്ലാത്ത വിഷമം. കാരണം തനിക്ക് പൂർണ്ണമായി ജലം ശേഖരിച്ച് ഭൃത്യന് നൽകുവാനാകുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അസംതൃപ്തിയും വിഷമവും സങ്കടവും അപകർഷതാബോധവും. തൻ്റെ കൂട്ടുകാരനായ മറ്റേ കലമാകട്ടെ പൂർണ്ണമായി വെള്ളം ശേഖരിച്ച് ഭൃത്യന് കൊടുക്കുന്നുമുണ്ട്. ആ പൂർണ്ണനായ കലത്തിനാകട്ടെ വലിയ സന്തോഷവും സന്തുഷ്ടിയും അഭിമാനവും കുറച്ചെല്ലാം അഹങ്കാരവും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പൊട്ടക്കലത്തിന് വലിയ വിഷമം. ഒരു ദിവസം ഈ പൊട്ടക്കലം ഭൃത്യനോട് പറഞ്ഞു, താങ്കളുടെ ഈ വലിയ അധ്വാനത്തിന് ഫലമില്ലാതായി പോകുന്നത് എൻ്റെ ഈ വൈകല്യം കാരണമാണ്. എനിക്ക് വലിയ വിഷമമുണ്ട്. ഞാൻ താങ്കളോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ കാരണം മാത്രമാണ് താങ്കൾ ശേഖരിക്കുന്ന ജലം മുഴുവനും യജമാനന് കൊടുക്കുവാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെ താങ്കളുടെ പരിശ്രമവും ശ്രമവുമെല്ലാം വിഫലമാകുന്നു എന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ ഭൃത്യൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പൊട്ടക്കലത്തിനോട് പറഞ്ഞു, നീ അതിലൊട്ടും വിഷമിക്കണ്ട. നിന്റെ വൈകല്യം എനിക്ക് വലിയൊരു സഹായമായി മാറ്റിയിട്ടുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പൊട്ടക്കലത്തിനോട് ഭൃത്യൻ പറഞ്ഞു, നീ ഇന്ന് പോകുമ്പോൾ, ഇന്ന് നമ്മൾ തിരിച്ച് അരുവിയിൽ നിന്ന് ജലമെടുത്ത് യജമാനൻ്റെ വീട്ടിലേക്ക് തിരികെ പോകുമ്പോൾ ഞാൻ നിന്നെ ഒരു സുന്ദര കാഴ്ച കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞിട്ട് തിരികെ പോന്നപ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു. പോകുന്ന പാതയുടെ ഒരു വശത്തായി മാത്രം ആ കാറ്റിലാടി ഉലഞ്ഞു നിൽക്കുന്ന പൂക്കളാൽ സമൃദ്ധമായി നിൽക്കുന്ന ചെടികൾ. എന്നിട്ട് ഈ ഭൃത്യൻ പൊട്ടക്കലത്തിനോട് പറഞ്ഞു, ഇത് നീ നടന്നു വരുന്ന വഴികളിൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ പൂക്കളാൽ സമൃദ്ധമായി നിൽക്കുന്ന ഈ ചെടികൾ. കാരണം നിന്റെ ഈ വൈകല്യം ഞാൻ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നീ പോന്ന പാതയിൽ ഞാൻ പൂക്കളുടെ വിത്തുകൾ വിതറിയിരുന്നു. നീ പോലും അറിയാതെ നീ ആ വിത്തുകളെ നനച്ചിരുന്നു. നീ നനച്ച ആ വിത്തുകളാണ് ഇന്ന് കാറ്റിൽ ആടി ഉലഞ്ഞു നിൽക്കുന്ന ഈ പൂത്ത മരങ്ങളായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ വൈകല്യം എനിക്ക് സഹായകരമാകുകയാണ് ചെയ്തത്. നമ്മുടെ യജമാനൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ മേശപ്പുറവും എല്ലാം അലങ്കരിക്കുവാൻ കഴിയുന്നത് നീ നനച്ച് വലുതാക്കിയ ഈ പൂക്കൾ കൊണ്ട് മാത്രമാണ് എന്ന്. ഇത് കേട്ടപ്പോൾ പൊട്ടക്കലത്തിന് വലിയ ആശ്വാസം തോന്നി. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കും നമ്മുടെ കൂട്ടുകാരോടൊപ്പം പലപ്പോഴും ചില പോരായ്കകൾ, ചില വൈകല്യങ്ങളെല്ലാം ഉണ്ടായേക്കാം. അവർ ചെയ്യുന്നത്ര നല്ല പോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമുക്കുള്ള ചില വൈകല്യങ്ങൾ, ചില പോരായ്മകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വിഷമം ഉണ്ടാകുകയില്ല. എല്ലാവരെയും ഒരേ തരത്തിലല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെയുള്ള കഴിവുകളല്ല ഉള്ളത്. യാതൊരു സംശയവുമില്ല, എല്ലാവർക്കും എന്തെങ്കിലുമെല്ലാം കഴിവുകൾ നൽകിയിട്ടേ സൃഷ്ടികർത്താവ് നമ്മെ ഈ ഭൂമിയിലേക്ക് അയക്കുകയുള്ളൂ. ഓരോരുത്തർക്കുമുള്ള കഴിവുകൾ വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിൽ വൈകല്യങ്ങളെ ജീവിതത്തിൻ്റെ വിജയമാക്കി മാറ്റിയ ജെസിക്ക കോക്സിനെ പറ്റി നമുക്ക് പറയാതിരിക്കുവാൻ കഴിയുകയില്ല. 2 കൈകളുമില്ല എങ്കിലും പിയോന വായിക്കാനും സ്കൂബ ഡൈവിങ്ങിനും കാർ ഓടിക്കുവാനുമെല്ലാം ജെസിക്ക കോക്സിന് കഴിയും. അരിസോണ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. 2008 US ഫെഡറേഷൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ഏവിയേഷനുള്ള സർട്ടിഫിക്കറ്റും ജെസിക്ക കോക്സ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അങ്ങനെ സ്വന്തം ജീവിത വൈകല്യങ്ങളെ മറികടന്നുകൊണ്ട് ആകാശത്തോളം ഉയർന്ന ജെസിക്ക കോക്സ് നമ്മുടെ ഈ വഴികളിലെ ഒരു കെടാവിളക്ക് തന്നെയാണ്. യേശുദേവൻ പറഞ്ഞ പോലെ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാകും എന്നതുപോലെ
നമ്മുടെ ജീവിത വഴികളിലെ പോരായ്മകളെ, വൈകല്യങ്ങളെയെല്ലാം കണ്ടെത്തി അതിനെ പരിഹരിച്ചുകൊണ്ട് നാം മുന്നേറിയാൽ ജെസിക്ക കോക്സിലെ പോലെ നമ്മുടെ വീടുകളിൽ, നമ്മുടെ സമൂഹത്തിലെല്ലാം നമുക്ക് ആകാശത്തോളം തീർച്ചയായിട്ടും ഉയരുവാൻ കഴിയും. നമസ്കാരം.